വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ചെങ്കടലിൽ കപ്പലാക്രമണം തുടരുമെന്ന് ഹൂത്തികളുടെ മുന്നറിയിപ്പ്. വെടിനിർത്തലോടെ ഹൂത്തികൾ കപ്പലാക്രമണം നിർത്തിവച്ചിരുന്നു. ഇത്രയും കാലം പ്രതിരോധിച്ചു നിന്ന ഗസക്കാർ ഭൂമി വിട്ടുകൊടുക്കുമെന്ന് കരുതുന്ന ട്രംപ് വിഡ്ഢിയാണെന്നും ഹൂത്തികൾ പരിഹസിച്ചു. സൌദിയിലേക്ക് ഗസക്കാരെ മാറ്റാനുള്ള പദ്ധതി മക്ക മദീന പിടിച്ചെടുക്കാനാണെന്നും ഹൂത്തി നേതാവ് പറഞ്ഞു. ടെലിവിഷൻ പ്രസംഗത്തിലാണ് ഹൂത്തി നേതാവ് അബ്ദുൽ മലിക് അൽ ഹൂത്തിയുടെ മുന്നറിയിപ്പ്. കൂട്ടക്കൊല നടന്നിട്ടും പ്രതിരോധിച്ചു നിന്ന അസാമാന്യ ജനതയാണ് ഗസക്കാർ. ബോംബുകൾ വർഷിച്ചിട്ടും സഹിച്ചു നിന്നവർ. അവർ ജന്മഭൂമി വിട്ടുതരുമെന്ന് വിഡ്ഢിയായ താൻ കരുതുന്നുണ്ടോ എന്നാണ് ഹൂത്തി നേതാവ് ഇന്ന് ട്രംപിനോട് ചോദിച്ചത്. ഞങ്ങളുടെ വിരലുകൾ തോക്കിലുണ്ടെന്നും കരാർ ലംഘിച്ചാൽ ഇസ്രയേലിലേക്ക് ആക്രമണം തുടരുമെന്നും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകി. ഗസക്കാരെ സൌദിയിലേക്ക് മാറ്റാനുള്ള നീക്കം സയനിസ്റ്റ് അമേരിക്കൻ പ്ലാനാണ്. ഇസ്ലാമിന് പുണ്യമായ ദേശത്തിന് ശേഷം മക്ക മദീന ഏറ്റെടുക്കാനുള്ള നീക്കമാണിതെന്നും ഹൂത്തി നേതാവ് പറഞ്ഞു. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ കപ്പലാക്രമണം തുടരാനാണ് ഹൂത്തികളുടെ പദ്ധതി. ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂത്തികൾ നേരത്തെ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിച്ചിരുന്നു. 100ഓളം കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നു. അന്ന് സ്തംഭിച്ച കപ്പൽ ഗതാഗതം പുതിയ റൂട്ടിലൂടെയാണ് നിലവിൽ തുടരുന്നത്. ഇതോടെ ലോകത്ത് ചരക്കുനീക്കം സ്തംഭിച്ചു. പുതിയ റൂട്ടിന് നിരക്കേറിയതോടെ വിലയേറ്റവുമുണ്ടായി. സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളും കപ്പൽ യാത്ര പുതിയ റൂട്ടിലേക്ക് മാറ്റിയിരുന്നു. വെടിനിർത്തലോടെ ഇത് പുനഃസ്ഥാപിച്ചു വരികയാണ്. ഇതിനിടെ ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതായി ഹമാസ് മുന്നറിയിപ്പ് നൽകിയതോടെ കരാർ സ്തംഭിക്കുമോ എന്ന് ആശങ്കയുണ്ട്. ഇതിനിടയിലാണ് ഹൂത്തികളുടെ മുന്നറിയിപ്പ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.